ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അപ്പം ഇതത്ര സന്തോഷകരമായൊരു വീഡിയോ അല്ല. തുടക്കത്തിൽ തന്നെ അത് പറയാനുള്ള കാര്യം, ഇന്ന് ഈ ഒരു വീഡിയോയിലൂടി ഈ ഒരു വിഷയത്തിൽ, അതായത് എലിസബത്ത്, അമൃത, പാപ്പു അല്ലെങ്കിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടുള്ള ചെയ്തൊരു വീഡിയോയുടെ കാര്യങ്ങൾ ഇനിയൊരു അപ്ഡേറ്റ് ലഭിക്കുന്നത് വരെയും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യത്തില്ല. നമുക്കിപ്പം അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ വന്നല്ലോ, ഒരാൾ ലൈവിൽ വന്ന് സംസാരിച്ചല്ലോ, അങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ വന്നല്ലോ എന്നുള്ള കാര്യം. അത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ തന്നെയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എലിസബത്തിൻ്റെ വോയിസ് അഥവാ എലിസബത്ത് സംസാരിച്ച സമയത്തുള്ള വീഡിയോയിൽ പോലും ഞാൻ പറഞ്ഞത് ആ ഒരു കാര്യത്തിൽ ഞാൻ കമൻറ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. കാരണം സ്പെസിഫിക്കായിട്ടുള്ളൊരു കോസിന് വേണ്ടി നിൽക്കുമ്പോൾ ആ കോസിൻ്റെ വൺ സൈഡിലുള്ള ആൾക്കാർ അഥവാ ആർക്കാണോ ജസ്റ്റിസ് വേണ്ടത് അവർ തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്യോന്യം അതിനെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കാൻ, അല്ലെങ്കിൽ അത് ഇയാളാണ് ശരി, ഇയാളാണ് തെറ്റ്, ഇയാൾ ബെറ്റർ ആയിരുന്നു, ഇയാൾ കുറച്ച് വീക്കായിരുന്നു, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഉള്ള സംഭവത്തിൻ്റെ അത് ഇയാൾ ശരി, അയാൾ തെറ്റ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നതിലൂടെ ഒരു വിഷയം മൊത്തത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആവും. അത് എന്താണോ പോകുന്നത്, പണ്ട് കുന്നത്തുകാരുടെ കഥ, നമ്മുടെ നാട്ടിൽ ഒരു പ്രചാരത്തിലുള്ളൊരു കഥയാണ് കുന്നത്തുകാർ. അവർ പറയുന്നത് വെച്ചാൽ, അവർ രാവിലെ ആകുമ്പോഴേക്കും അവർ മറ്റേ ഇതുണ്ടല്ലോ കവുങ്ങ്, നിങ്ങളുടെ നാട്ടിലെ കവുങ്ങ്, ഒരുപാട് കഥകളുണ്ട്, അതിലത്തൊരു കഥയാണ് കവുങ്ങ്, വലിയ നീളത്തിലുള്ള കവുങ്ങ് അറിയാമല്ലോ. അപ്പോൾ കവുങ്ങിൻ്റെ മേലുള്ള അതിൻ്റെ കായ, അതായത് നമ്മുടെ പാക്കെന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഓക്കെ, അതിന് നിങ്ങൾ എന്താണ് പറയുക? നമ്മുടെ കുടുക്കൊക്കെ ഉപയോഗിക്കുന്നില്ലേ, പാക്കും പറ്റില്ല എന്നൊക്കെ പറയില്ലേ, അടയ്ക്ക യാ. അപ്പം ഈ അടയ്ക്ക എറിയും, കല്ലുകൊണ്ട് താഴ്ന്നെറിയും, ഇവർ കൂട്ടത്തോടെ നിന്നാണ് എറിയുന്നത്. അപ്പം നോക്കുമ്പോഴേക്കും എല്ലാ കല്ലും ചെന്ന് വീഴുന്നത്, കൊള്ളുന്നത് അവിടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ഓലയില, ഇതിൻ്റെ തന്നെ കവുങ്ങിൻ്റെ ഒരു ഓലയില. അപ്പോൾ ഇതിലുള്ള ഒരാൾ, ഒരു ബുദ്ധിമാനായിട്ടുള്ള ആൾ, നേരെ ആ മേളിൽ കയറിയിട്ട് ആ കവുങ്ങിൻ്റെ തൊട്ട് താഴെ അതിൽ തട്ടുന്ന ഓലയെ മാറ്റിയിട്ട് താഴെ ഇറങ്ങും, വീണ്ടും എറിയും. അവിടെ എറി കൊള്ളത്തില്ലെന്ന് മാത്രമല്ല, എറികൾ മാറിപ്പോയി വല്ലപ്പോഴും ഓരോന്ന് വീഴും. പിന്നെ ഇവരുടെ മറ്റൊരു കഥ, ഈ അമ്പലത്തിൻ്റെ ഉത്സവത്തിന് കൊടിമരം വെട്ടിക്കൊണ്ട് പോകും. കൊടിമരം വെട്ടിയിട്ട് പോകുന്ന സമയത്ത് രാത്രിയാകുമ്പം പിന്നെ കൊടിമരം കൊണ്ട് തിരിച്ചു പോകും. അങ്ങനെയുള്ള കഥ. അത് ഞാൻ പറയുന്നത്, എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിനെ മാറി വ്യതിചലിച്ചു കൊണ്ടുള്ള രീതിയിലുള്ള ഒരു ടോക്ക്, ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് ശരിതെറ്റുകളെക്കുറിച്ച് സംസാരിക്കാൻ വ്യക്തിപരമായി എനിക്ക് താല്പര്യമില്ല. അതിനകത്ത് ആര് ശരി ആര് തെറ്റ് എന്നുള്ള കാര്യത്തിനപ്പുറം ഇവരറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല. അപ്പം പല കാര്യങ്ങൾ ഇതിനകത്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണോ, ഇവരുടെ ഇപ്പോൾ പൂർവ്വകാല മിസ്റ്റേക്സ് ആണോ? ഓക്കെ, ഇത് അവർക്ക് മാത്രം അറിയുന്ന കാര്യങ്ങൾ. ഈ രണ്ട് ഭാഗത്തെ ആൾക്കാർക്കും, ഒരു ജസ്റ്റിസിന് വേണ്ടി നിൽക്കുന്ന ഒരു പക്ഷത്തിൽ രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് ഞാൻ ഇപ്പോഴും പറയുന്നു, സ്റ്റിൽ അവർ ഈ ഒരു സ്ഥലത്ത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അലക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഇത്രമാത്രം നല്ലതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇനി ഒരു വാക്കുകൊണ്ട് സംസാരിച്ചിട്ട് ഇന്ന ആൾ ശരി അല്ലെ ഇന്ന ആൾ തെറ്റ് എന്നൊരു ലൈറ്റായിട്ട് പറഞ്ഞാൽ പോലും അത് കാരണമുണ്ടാകാൻ സാധ്യതയുള്ള സൈബർ അറ്റാക്കുകളും അത് കാരണമുണ്ടാകാൻ സാധ്യതയുള്ള വേദനകളും അത് കാണാൻ എനിക്ക് താല്പര്യമില്ല. ഞാനിപ്പോഴും ആ വേട്ടക്കാരൻ ഇത് കണ്ടിട്ട്, വേട്ടക്കാരൻ്റെ നമ്മുടെ ആ ചിരി, കൊലച്ചിരി, അല്ലെങ്കിൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മിൻറ്റ് സാദം ഒക്കെ, മിൻ റൈസ് സാദമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഈ ഒരു തരത്തിലേക്ക് ഉള്ളൊരു ചക്കളത്തിപ്പോര് പോലുള്ള പരിപാടികൾ സംഭവം സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന ആൾക്കാർക്ക് ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആസ് എ പേഴ്സൺ, ഒരാളുമല്ല, ഞാൻ എൻ്റെ മുമ്പിൽ സംസാരിക്കുന്ന വിഷയങ്ങളുടെ അകത്ത് 100% അതിനകത്ത് ജസ്റ്റിസ് നടപ്പിലാവണം എന്ന് വിചാരിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അത് നോട്ട് ഓൺലി ദിസ് മാറ്റർ, ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങളിലെല്ലാം അങ്ങനെയാണ്. ഞാൻ അതിനകത്ത് പരമാവധി ഞാൻ കൊടുത്തു തന്നെയായിരിക്കും സംസാരിക്കുന്നത്. ആ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ, ആ വിഷയത്തിന് ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ അതിൽ ആ ജസ്റ്റിസിലേക്ക് എത്തുന്ന വഴികളിലേക്ക് അവർക്കൊപ്പം സഞ്ചരിക്കുക. അതിനുശേഷം ബാക്കിയുള്ള ബേർഡൻസ് നമുക്ക് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധർ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അത് ബാക്കിയുള്ളത് എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ നല്ല ധാരണയുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മളും അത് നീക്കം നടത്തിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് അതിനെ ഭയം, പിന്നെ മരണഭയത്തിനെക്കുറിച്ച് ഭയങ്കര ഭയമുള്ള ആളാണോ, മരണത്തിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഉള്ള പാനിക്കായിട്ടുള്ള ആളാണോ എന്നുള്ളത് വേറൊന്നും വേണ്ട. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല, ഞാൻ എഴുതിയിരിക്കുന്ന വഴികൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ഈ ഒരു പരിപാടിയെക്കുറിച്ചാണ്. ഒരു ലൈഫിൻ്റെ ഒരു മിഡിൽ
അതുവരെയൊക്കെ എത്തുന്നത് വരെ പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതുവരെയൊക്കെ ഞാൻ എത്തുമെന്ന്. കാരണം ഞാൻ അങ്ങനെ വന്ന ഒരാളാണ്. അതുകൊണ്ട് ഇതുവരെ എത്തിയതൊക്കെ അതിൻ്റെ ഒരു ബോണസാണ്. ഇനിയുള്ള ഓരോ ദിവസവും ബോണസാണെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇനി ഒരു പാതി വഴിയിൽ വീണാൽ അത് വലിയ നഷ്ടമാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിനെ കുറിച്ച് ഓർക്കുന്നില്ല. ആ നിമിഷം വരെ ഞാൻ ജീവിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത് ഇവിടെ വലിയ സംഭവം ഉണ്ടാക്കി ഇവിടുത്തെ ഒരു ചരിത്രമാകാനോ കയ്യൊപ്പ് പതിപ്പിക്കാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയം ഒരു വിഷമകരമായ കാര്യമാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു തുടർച്ച പല സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ഒക്കെ പല രീതിയിൽ വരുന്നു. എൻ്റെ അടുത്ത് തന്നെ ഒത്തിരി പേര് വന്ന് പേഴ്സണലി ഇതിനെക്കുറിച്ച് സംസാരിച്ചു. നിങ്ങൾ കണ്ടിരുന്നോ? ഈ പേഴ്സണലി സംസാരിക്കുന്ന ആൾക്കാർക്ക് തന്നെ രണ്ടഭിപ്രായങ്ങൾ അവർ പറയുന്നു. അപ്പോൾ ആ രണ്ടഭിപ്രായം എന്നുള്ള സാധനം രൂപീകരിക്കുന്നതിനോടാണ് എൻ്റെ വിഷമം. കാരണം ഒരു നേർരേഖയിലേക്ക് പോകേണ്ട സ്ഥലത്ത് നിന്ന് രണ്ട് വഴിയിലേക്ക് സ്പ്ലിറ്റായി പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതിനകത്ത് ഇവരുടെ ശരികളെക്കുറിച്ച് നമ്മൾ കമ്പാരിസൺ നടത്തി സംസാരിക്കുന്നത് ശരിയാണോ? അവരുടെ ശരികൾ അവർ തന്നെ സംസാരിച്ച് തീർക്കട്ടെ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ശരികൾക്കപ്പുറം അവർക്ക് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർ തന്നെ പരിഹരിക്കട്ടെ. പക്ഷെ അതിനുള്ള സാഹചര്യവും അതിനുള്ള സമയവും ഇപ്പോൾ അല്ല എന്നുള്ളതാണ്. പ്രസ്തുത അണ്ണാച്ചി വിചാരിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ അടിച്ചു പിരിഞ്ഞ് പോകും. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും ഇത് ഗ്രൗണ്ട് വീണ്ടും ക്ലിയർ ആവുന്നു. തനിക്ക് വീണ്ടും അനസ്യൂതം മതയാനയെ പോലെ ഗജരാജനെ പോലെ ഇങ്ങനെ തല ഉയർത്തി നടക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അണ്ണാച്ചിക്ക് സന്തോഷിക്കാനുള്ളൊരവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് അണ്ണാച്ചിയുടെ കാര്യം ഇപ്പം സേഫായിട്ട് മാറുന്നുണ്ട്. അതിനപ്പുറം ഇതിനകത്ത് എവിടെയാണോ നീതി വരേണ്ട ആ ഭാഗം ഇങ്ങനെ കടന്ന് ഒരു ലെവലിലേക്ക് മാറിയതിലും സത്യം പറഞ്ഞാൽ ദൗർഭാഗ്യകരമാണ്. അതിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്ന അടിവരായിട്ട് പറയുന്നു, ഇതിനകത്ത് ഒരു വ്യക്തിയെയും ഞാൻ പേരെടുത്ത് കുറ്റപ്പെടുത്താനോ അവർ ചെയ്തത് ശരിയല്ല എന്ന് പറയാനോ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല. എല്ലാവിധ ആത്മാർത്ഥതയോടും കൂടി ഒരു ആസ് എ പേഴ്സൺ, ആസ് എ ബ്രദർ, ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു എന്നാണ്. വെറും വാക്കല്ല അതൊന്നും വെറും വാക്കല്ല. അതൊക്കെ എങ്ങനെ വെറും വാക്കായിട്ട് പറയാൻ പറ്റും? എൻ്റെ സഹോദരി എന്ന് പറയുന്ന സമയത്ത് ആ ഒരു വാക്കിന് എങ്ങനെയാണ് വെറും വാക്കാവാൻ പറ്റും? അപ്പോൾ അത്രയും ഇതായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു വിഷയമായിട്ട് നിന്നത്. അപ്പം ഇങ്ങനെ ഒരു കാര്യം ഇനിയിപ്പം ഇപ്പോൾ ചിലപ്പോൾ അടുത്ത് വേറെ തരത്തിലേക്കുള്ള വീഡിയോസ് വരാം. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് പോകുന്നതെങ്കിൽ അതിനെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അത് അവർ തമ്മിലായിക്കോട്ടെ എന്നുള്ളതാണ്. ആ ഒരു വിഷയം ഞാൻ കമൻറ്റ് ചെയ്യത്തുമില്ല. മറിച്ച് ഇതിനകത്ത് എന്തെങ്കിലും മേജറായിട്ടുള്ള അപ്ഡേറ്റ്സ് വരട്ടെ. അതിനിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ഞാൻ ഇപ്പോഴും പറയുന്നു, എലിസബത്ത് എന്ന് പറയുന്നൊരു ലേഡി നിലവിൽ അവരുടെ ഹോണ്ട് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഡിപ്രഷൻ, അവരുടെ ഈ ഒരു സാഹചര്യം 2 വർഷത്തിനോളം കഷ്ടപ്പെട്ട് അനുഭവിച്ചതിൽ നിന്നും അവർ അതിൽ തളർന്നു വീണ് അതിൽ നിന്നിപ്പം എണീറ്റ് വന്ന് ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ജസ്റ്റിസ് കിട്ടണം. അവർക്ക് എന്നാണോ അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുക, എന്നാണോ അവർ ഫ്യൂച്ചറിൽ എത്ര വർഷം കഴിഞ്ഞിരുന്നാലും അവർ എത്ര കാലം കഴിഞ്ഞിരുന്നാലും അവരതിനൊരു പോരാട്ടത്തിലേക്ക് മുമ്പിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ബാക്കിയുള്ളവർ അങ്ങനെ ഒരു പോരാട്ടം അവർക്ക് ആവശ്യം, അല്ലെങ്കിൽ അവർക്ക് കൂടെ ആവശ്യം വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നതിന് മുമ്പ് അവർക്കൊപ്പം ഞാനുണ്ടാവും. അതുവരെയും ഈ ഒരു വിഷയത്തിൽ ഇനി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഇങ്ങനെ ഒരു സ്പ്ലിറ്റായിട്ടുള്ള കാര്യങ്ങളെ ഇവരെ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ വ്യക്തിപരമായി താല്പര്യമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു വീഡിയോ, ഈ ഒരു സംഭവം പലരും കളിയാക്കാറുണ്ട്, നിനക്കൊക്കെ വേറെ പണിയില്ലേ? ഓക്കെ ആണ്, അവർ ചോദിക്കുന്നത് ന്യായമായ കാര്യങ്ങളാണ്. എന്താണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഞാനിവിടെ അടിവരയിടുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു മേജർ അപ്ഡേറ്റ്സോ മറ്റുള്ള കാര്യങ്ങളോ വരാതെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വിഷയമായിട്ട് സംസാരിക്കാൻ വരത്തില്ല. അതുപോലെ തന്നെ എലിസബത്ത് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സമയമെടുക്കുക. നിങ്ങൾ മറ്റുള്ളവരെ ആരെയും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ, അഥവാ ഫ്യൂച്ചറിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ അതിനുള്ള തടസ്സം, നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന ഭീഷണികളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ധൈര്യം സംഭരിച്ച് ശക്തയായിട്ട് ഒരു ദിവസം വരിക. അതിന് നിങ്ങൾ നിയമപരമായിട്ട് നേരിടാൻ കഴിയുന്ന സാഹചര്യം എത്തുമ്പോൾ മാത്രം നിങ്ങളത് ചെയ്യുക. അതുവരെ നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെ ഈ കൂടെ തന്നെ ഉണ്ടായിരുന്നതും ഇനിയും അതുപോലെ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു വിഷയങ്ങൾ, അതായത് ഇങ്ങനെ ഇതിൻ്റെ ഒരു സൈഡ് നിൽക്കേണ്ട ആൾക്കാർ തമ്മിലുള്ള ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് അതിൽ ഇയാളാണ് ശരി, ഇയാൾ തെറ്റ്, അയാളാണ് ശരി, ഇയാൾ തെറ്റ് എന്ന് ഞാൻ പറയില്ല. അവരെക്കുറിച്ച് രണ്ടുപേരെക്കുറിച്ചും മോശമായ ഒരു വാക്ക് പോലും എൻ്റെ വായിൽ നിന്ന് ഞാൻ വീഴ്ത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇയാൾ ശരി, ഇയാൾ തെറ്റെന്ന് ഞാൻ പറയത്തില്ല. അതുകൊണ്ട് മൗനം വിദ്വാന ഭൂഷണം എന്നുള്ള രീതിയിൽ, ഞാൻ വിദ്വാനൊന്നും അല്ല, ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയുന്നത്, ലോകത്തിൽ ഏറ്റവും ഒരു മോശപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കണം,
അല്ല ഞാനായിരിക്കും എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും നന്മ മരമല്ല, ഒരിക്കലും ഒരു നല്ലൊരു ഗുഡ് പേഴ്സണാലിറ്റി അല്ല. ഈ വെള്ള ഡ്രസ്സ് ഇട്ടതുകൊണ്ട് മനസ്സ് ഭയങ്കര വെളുത്തതാണെന്ന് ഞാൻ ഒരിടത്തും പറയത്തുമില്ല. നെവർ നെവർ ആൻഡ് എവർ അറ്റ് ഓൾ. എനിക്കറിയാം എന്നെ. അതുകൊണ്ട് എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ നല്ലവനാണെന്ന് പേര് കേൾക്കാനോ ഒന്നുമല്ല. എന്നെ അറിയുന്നവർക്ക് അതറിയാം, അവർക്കറിയാം എൻ്റെ രീതികൾ എന്താണ്. സോ നമുക്ക് എന്തായിരുന്നാലും നല്ലൊരു അപ്ഡേറ്റ് വരുന്ന സമയം വരെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത്. ഇനി ഒരു അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ ബൈ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.